Hi guys, welcome back to my channel. My name is Namita. If you're new to my channel, I am a flight attendant and I travel the world to make a living. Welcome. ഇതാണ് എൻ്റെ സാൻ ഫ്രാൻസിസ്കോ ലേ ഓവർ. അപ്പം സാൻ ഫ്രാൻസിസ്കോയിൽ ഞങ്ങൾ താമസിക്കുന്നത് ഒരു നല്ലൊരു ഹോട്ടൽ ലൊക്കേഷനിലാണ്. ഞങ്ങളുടെ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ 2 ബസ്സസ് ഉണ്ട്. ഒന്നൊരു എയർപോർട്ട് ഷട്ടിലുണ്ട്. ഇപ്പം മെട്രോ എടുത്ത് എയർപോർട്ടിൽ വന്നാൽ എയർപോർട്ടിൽ നിന്ന് ഫ്രീ ആയിട്ട് ഞങ്ങൾക്ക് ഹോട്ടലിലേക്ക് വരാം. അല്ലെങ്കിൽ രണ്ടാമത്തേതായി ഈ കാണുന്ന പബ്ലിക് ട്രാൻസ്പോർട്ട്. ഇതിന് മുമ്പിലിരിക്കുന്ന ഒരു സൈക്കിളാണ്, പക്ഷേ ഏതോ ഒരു പാസഞ്ചറിൻ്റെ സൈക്കിളാണ്. അപ്പം സൈക്കിൾ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് സൈക്കിൾ ഫ്രണ്ടിൽ വെച്ചിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. ഇതാണ് പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ അകത്ത് കയറാൻ നേരത്ത് നമ്മളൊരു ക്ലിപ്പർ കാർഡോ എന്തോ വെച്ച് നമ്മൾ ടാപ്പ് ഇൻ ചെയ്യണം. എൻ്റെ കയ്യിൽ ആ ക്ലിപ്പർ കാർഡ് ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഓസിനാണ് പോയത്. പക്ഷേ സൗരിൻ്റെ ഉണ്ടായിരുന്നു. അപ്പോൾ സൗര് പേ ചെയ്തു. ഇതൊരു ട്രെയിൻ ആണെന്ന് തോന്നുന്നു, പക്ഷേ ഇതിൻ്റെ അകത്ത് പാസഞ്ചേഴ്സ് ആണോ കാർഗോ ആണോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഇപ്പോൾ അത് എന്തോ ഒരു ടൈപ്പ് ഓഫ് ട്രെയിൻ ആണെന്ന് തോന്നുന്നു കേട്ടോ, എനിക്ക് എന്താണെന്ന് തന്നെ അറിയത്തില്ല. ഇതാണ് ഇവിടുത്തെ മെട്രോ സ്റ്റേഷൻ. ഭയങ്കര വലിയ മെട്രോ സ്റ്റേഷനാണ്. പക്ഷേ ഇപ്പം ഞാൻ ദുബായ് താമസിക്കുന്നതുകൊണ്ട് എനിക്ക് ദുബായ് വെച്ച് കമ്പയർ ചെയ്യാനേ പറ്റത്തുള്ളൂ. ദുബായിലെ മെട്രോ സ്റ്റേഷൻ ഇതിനെക്കാട്ടിലും കുറച്ചുകൂടെ നീറ്റും നൈസും, എന്താ പറയുക, കയറുമ്പോൾ തന്നെ ഒരു ഐശ്വര്യമാണ് ദുബായിലത്തെ മെട്രോ സ്റ്റേഷൻ. പക്ഷേ ഇവിടുത്തെ എനിക്ക് തോന്നുന്നു ഔട്ട്ഡോർ ആയതുകൊണ്ടായിരിക്കാം കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു. അപ്പം എനിക്ക് ക്ലിപ്പർ കാർഡ് ഇല്ലാത്തതുകൊണ്ട് ആദ്യം തന്നെ ഞങ്ങൾ ക്ലിപ്പർ കാർഡ് എനിക്ക് വാങ്ങാനാണ് പോയത്. അതൊരു $17 ആയിരുന്നു. അപ്പം അതെൻ്റെ ഹോൾ ട്രാവൽ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ഉള്ളതിന് അത് മാത്രം മതിയായിരുന്നു. എക്സ്ട്രാ പേ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ ഇവിടുത്തെ റെയിൽവേ ട്രാക്ക് കണ്ടിട്ട് എനിക്ക് നാട്ടിലെ റെയിൽവേ ട്രാക്കാണ് ഓർമ്മ വന്നത്. കാരണം നാട്ടിലെ റെയിൽവേ ട്രാക്കും ഓൾമോസ്റ്റ് സിമിലർ ആണ്. ജസ്റ്റ് ദാറ്റ് ഇവിടെ ആണെങ്കിൽ ഒരു കാർഡ് യൂസ് ചെയ്യണം, നാട്ടിലാണെങ്കിൽ ആ കാർഡ് യൂസ് ചെയ്യണ്ട. പിന്നെ ട്രെയിൻ വരാൻ കുറേ സമയം എടുക്കുമായിരുന്നു. എന്തോ 17 മിനിറ്റോ 18 മിനിറ്റോ എന്തോ ഞങ്ങൾ വെയിറ്റ് ചെയ്യണമായിരുന്നു. ആ സമയം കൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന്. അങ്ങനെ കുറേ അവിടുത്തെ സാധനങ്ങളൊക്കെ ട്രൈ ചെയ്തു. എന്നിട്ടും കുറേ സമയം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ സൈഡ് നോക്കാൻ നേരത്ത് മറ്റേ കോയിൻ യൂസ് ചെയ്തിട്ടുള്ള ഫോൺ കണ്ടു. ആ ഫോൺ കുറച്ച് നേരം ചുമ്മാ ഇങ്ങനെ എടുത്ത് അതെങ്ങനെയാണെന്നൊക്കെ ട്രൈ ചെയ്തു. പക്ഷേ അവിടെ മൊത്തം പൊടി അടിച്ച് കിടക്കായിരുന്നു, ആരും യൂസ് ചെയ്യത്തില്ല എന്ന് തോന്നുന്നു. പിന്നെ നോക്കാൻ നേരത്ത് ഞങ്ങളുടെ ട്രെയിൻ വന്നു. ഇതാണ് ഞങ്ങളുടെ ട്രെയിൻ. നല്ലൊരു ട്രെയിൻ, കാണാൻ നല്ല സുന്ദരമായ ട്രെയിൻ. ജസ്റ്റ് ദാറ്റ് ഇത് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ട്രെയിൻ അല്ല കേട്ടോ, ആരോ ഫ്രണ്ടിലിരുന്ന് ഡ്രൈവ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ട്രെയിനാണ്. ദുബായിലൊക്കെ ആണെങ്കിൽ അത് ഫുള്ളി ഓട്ടോമാറ്റിക്കാണ്, പക്ഷേ ഇവിടുത്തെ അങ്ങനെയല്ല. എന്നിട്ട് ഞങ്ങൾ ട്രെയിനിൽ കയറിയിരുന്നു. പിന്നൊരു കാര്യമുണ്ട്, ഇവിടുത്തെ ട്രെയിൻ നമ്മൾ ഹ്യൂമൻസിന് വേണ്ടിയിട്ട് മാത്രമല്ല ആനിമൽസിനെയും വെച്ച് ട്രാവൽ ചെയ്യാൻ പറ്റുന്നൊരു ട്രെയിനാണ് ഇവിടുത്തെ. എൻ്റെ മുമ്പിലുള്ള ചെയറിന് നല്ല ഒന്നാന്തരം കളറാണ് കാണിച്ചു തരാം ഞാൻ. നല്ല ഒന്നാന്തരം പച്ച കളർ. ഇതാണ് സാൻ ഫ്രാൻസിസ്കോ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ മെട്രോ സ്റ്റേഷൻ. പക്ഷേ ഇവിടെ അല്ല ഞങ്ങൾ ഇപ്രാവശ്യം ഇറങ്ങിയത്. ഞങ്ങൾ സിറ്റിയിലേക്കാണ് പോകുന്നത്. പക്ഷേ തിരിച്ചു വരാൻ നേരത്ത് ഇവിടെ നിന്നാണ് ഞങ്ങളുടെ ഷട്ടിൽ. സോ ഇവിടെ ആയിരിക്കും ഞങ്ങൾ ഇറങ്ങുന്നത്. അവസാനം ഞങ്ങളുടെ സ്റ്റേഷൻ എത്തി. മോൺഗമറി സ്റ്റേഷൻ എന്നാണ് ഈ സ്റ്റേഷൻ്റെ പേര്. ഇവിടെ ഇറങ്ങാൻ നേരത്ത് കണ്ടൊരു കാഴ്ചയാണ് ഒരു ചേച്ചി ആ സൈഡിൽ നിന്ന് പാട്ട് പാടുന്നത്. യൂഷ്വലി ഇതൊന്നും റെക്കോർഡ് ചെയ്യാൻ പാടില്ല, അവർക്ക് പൈസ കൊടുക്കണം നമ്മൾ റെക്കോർഡ് ചെയ്യാൻ നേരത്ത്. പക്ഷേ US-ലൊരു കോമൺ ആയിട്ട് കാണുന്നൊരു കാര്യമാണ് സ്ട്രീറ്റ് ഡാൻസിങ്ങോ അല്ലെങ്കിൽ ഇങ്ങനത്തെ പാട്ട് പാടുന്നത്. അവസാനം ഞങ്ങൾ സിറ്റി എത്തി. ഈ ഒരു എസ്കലേറ്റർ കയറി കഴിഞ്ഞാൽ സിറ്റിയുടെ സെൻറ്ററാണ്. ഒരു 1.5 എസ്കലേറ്റർ ആയിരുന്നു. ദൈവമേ, മുകളിലോട്ടൊന്നും കാണുന്ന പോലും ഇല്ലായിരുന്നു. 18ാം പടി പോലെ തോന്നി എനിക്ക്. ഇതാണ് ഫൈനലി സിറ്റി. ഇവിടാണ് യൂഷ്വലി മോൾസും പിന്നെ നല്ല നല്ല റെസ്റ്റോറൻറ്റ്സും എല്ലാം ഉള്ളത്. സോ അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് തന്നെ വന്നത്. ഭയങ്കര വലിയ വലിയ ബിൽഡിങ്സും ഇതൊക്കെ ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി സ്ഥലം. ഇവിടെ എത്തിയപ്പോൾ തന്നെ ആദ്യത്തെ ഞങ്ങളുടെ ഗോൾ എന്താണെന്ന് വിചാരിച്ചാൽ ഞങ്ങൾ ഫുഡ് കഴിക്കണമെന്നായിരുന്നു. എനിക്കാണെങ്കിൽ ഇന്ത്യൻ ഫുഡ് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം. എനിക്കറിയാം വേറെ ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് വന്നിട്ട് ഇന്ത്യൻ ഫുഡ് അല്ലാണ്ട് അവിടുത്തെ ഫുഡ് ട്രൈ ചെയ്യണമെന്ന്. പക്ഷേ എനിക്ക് ഇന്ത്യനോടാണ് ഭയങ്കര താല്പര്യം. സോ ഇന്ത്യൻ തപ്പി പോവുക. ഫുഡ് കഴിക്കാൻ പോയപ്പോൾ ഉള്ള എക്സൈറ്റ്മെൻറ്റ്, ഫുഡ് അവിടെ കണ്ടിട്ടും അവിടുത്തെ ഫുഡിൻ്റെ മണം കേട്ടിട്ടും ഞങ്ങളുടെ പോയി. ഇത് ഞങ്ങളൊരു തന്തൂരി ചിക്കൻ വാങ്ങിയതാ. എൻ്റെ ദൈവമേ, 1.5 തളർച്ചയായിരുന്നു. ഒട്ടും കൊള്ളത്തില്ലായിരുന്നു. പിന്നെ എങ്ങനെയോ കഴിച്ചത്. എൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ ഫുഡിൻ്റെ ഗുണം എങ്ങനെ ഉണ്ടായിരുന്നെന്ന്. കഴിച്ച് ഇന്ത്യൻ ഫുഡിൻ്റെ ക്ഷീണം തീർക്കാൻ വേണ്ടിയിട്ട് വി തോട്ട് ഒരു ഐസ്ക്രീം ആയാലോ. സോ ഇറ്റ്സ് ഗെറ്റിംഗ് ആൻ ഐസ്ക്രീം. എനിക്കാണെങ്കിൽ
എനിക്ക് ചോക്ലേറ്റ് ഇഷ്ടമല്ല. ലൈക്ക് ഫോർ മീ ഫോർ സം റീസൺ എനിക്ക് ചോക്ലേറ്റ് കഴിച്ചാൽ എനിക്ക് തലവേദന എടുക്കും. ലൈക്ക് ഐ ഗെറ്റ് മൈഗ്രെയിൻ. സോ ഐ യൂഷ്വലി ഡോണ്ട് ഈറ്റ് ചോക്ലേറ്റ്. പക്ഷെ എൻ്റെ ആഗ്രഹം കൂടുതലാണെങ്കിൽ മാത്രം വല്ലപ്പോഴും ഒരു ചോക്ലേറ്റ് കഴിക്കും. പക്ഷെ ഐ എം നോട്ട് എ ബിഗ് ഫാൻ ഓഫ് ചോക്ലേറ്റ്സ്. സോ ഐ ടോൾഡ് ഹിം ചോക്ലേറ്റിൻ്റെ ഐസ്ക്രീം വാങ്ങണ്ട, ലൈക്ക് വേറെ എന്തെങ്കിലും വാങ്ങിയാൽ മതി. സോ ഐ തിങ്ക് ഹീസ് ഗെറ്റിംഗ് ഒരു മിൻ ചോക്ലേറ്റ് ചിപ്പിൻ്റെ ഒരു ഇത്. അതിൽ ആ ചോക്ലേറ്റ് ചിപ്സ് ആ ഫൈൻ, പക്ഷെ ഇറ്റ്സ് ജസ്റ്റ് ആയിട്ട് എനിക്ക് ആ ഹോൾ ചോക്ലേറ്റ് ആയിട്ട് ഇഷ്ടമല്ല. സോ ഇറ്റ്സ് ജസ്റ്റ് ഗെറ്റിംഗ് വൺ ബിക്കോസ് ഐ എം നോട്ട് ഇൻ എ മൂഡ് ടു ഈറ്റ് ഐസ്ക്രീം. പ്ലസ് എനിക്ക് ഐസ്ക്രീമും ഇഷ്ടമല്ല. ലൈക്ക് എനിത്തിങ് സ്വീറ്റ് ഐ എം കൈൻഡ് ഓഫ് സ്കെയർഡ്. അത് കഴിച്ച് ചിലപ്പോൾ ഇനി തലവേദന എടുത്താലോ. സോ യാ. സോ മിൻറ്റി. ഐ മീൻ അതിനെ മിൻ ചോക്ലേറ്റ് ചിപ്പ് എന്ന് പറയുന്നത്. But there's also another thing about US. I don't know if you guys know about this, but everything is so expensive in US. Like അത് ഞങ്ങളിപ്പം വാങ്ങി ഐസ്ക്രീം ആയിക്കോട്ടെ, അല്ലെങ്കിൽ വെള്ളം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ലൈക്ക് മെട്രോ റൈഡ് ആയിക്കോട്ടെ, എവറിത്തിങ് ഇസ് സോ എക്സ്പെൻസീവ്. ആൻഡ് ഈവൻ ലൈക്ക് നമുക്ക് പുറത്തുനിന്ന് കിട്ടുന്ന വെള്ളം ഓൾസോ ഇസ് ടാപ്പ് വാട്ടർ. ഐ മീൻ ഐ നോ നാട്ടിൽ നമുക്ക് വെൽ വാട്ടറൊക്കെ കിട്ടുന്നത്, പക്ഷേ ഇവിടുത്തെ വെള്ളത്തിന് വേറെ ഒരു വ്യത്യസ്തമായ ഒരു ടേസ്റ്റ് ഉണ്ട്. ആൻഡ് ഐ എം നോട്ട് എ ബിഗ് ഫാൻ ഓഫ് ഇറ്റ്. ബട്ട് അതല്ലാണ്ട് വി ഹാഡ് എ ഗുഡ് ഡേ. ലൈക്ക് ഒത്തിരി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. ഒത്തിരി അല്ല, പക്ഷെ ആവശ്യത്തിന്. എല്ലാം കഴിഞ്ഞു. ഞങ്ങൾ എയർപോർട്ടിൽ വന്നിട്ട് ഇവിടെ ഞങ്ങൾ ഹോട്ടലിലേക്ക് പോകുന്ന ഷട്ടിലുണ്ട്, ഫ്രീ ആയിട്ട് പോകാം. സോ ഷട്ടിൽ കയറി That's pretty much it, guys. I'll catch you guys on my next vlog. Till then.